പുതിയൊരു സ്റ്റോറിയിലേക്ക് സ്വാഗതം. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ നിന്നെടുത്ത കടമറ്റത്ത് കത്തനാറിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ. പ്രസിദ്ധ മാന്ത്രികനായിരുന്ന കടമറ്റത്ത് കത്തനാരെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരായി കേരളവാസികളിൽ അധികം പേരുണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല. തിരുവിതാംകൂറിലുള്ള കുന്നത്തുനാട് താലൂക്കിൽ കടമറ്റം എന്ന ദേശത്ത് ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് പൗലൂസ് എന്നായിരുന്നു. അതിനാൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തെ എല്ലാവരും കൊച്ചു പൗലോസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. മാതാപിതാക്കന്മാർ മരിച്ചു പോവുകയും സഹോദരന്മാരും മറ്റും ഇല്ലാതായിരിക്കുകയും ചെയ്യുകയാൽ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ആ കുടുംബത്തിൽ ഏകാകിനായി തീർന്നു. ഏറ്റവും ചെറുതായ ഒരു ചെറ്റപ്പുരയിലാണ് ആ കുടുംബക്കാർ താമസിച്ചിരുന്നത്. നിത്യവൃത്തിക്ക് യാതൊരു മാർഗവുമില്ലാതെ തനിച്ച് ആ ചെറ്റപ്പുരയിൽ താമസിക്കുക എന്നത് കൊച്ചു പൗലോസിന് ഏറ്റവും ദുഷ്കരവും ദുഃഖകരവും ദുസ്സഹവുമായി തീർന്നു. അതിനാൽ അവൻ ആ വാസസ്ഥലത്ത് നിന്നിറങ്ങി സ്വദേശത്തുള്ള പള്ളിയിൽ ചെന്ന് തൻ്റെ കഷ്ടതയ്ക്ക് എന്തെങ്കിലും നിവൃത്തിമാർഗം ഉണ്ടാക്കി തരണമേ എന്ന് ഭക്തിപൂർവ്വം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. ആ സമയം പള്ളിയിലെ പ്രധാന വികാരിയായ കത്തനാർ അവിടെ വരികയും കൊച്ചു പൗലോസിനെ കണ്ടിട്ട് ഏറ്റവും സുമുഖനും കോമളനുമായ ഈ ബാലകൻ ദുസ്സഹ ദുഃഖപരവശത്തോടുകൂടി ഇവിടെ വന്ന് മുട്ടുകുത്തി ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കുമെന്ന് വിചാരിച്ച് അവനെ അടുക്കൽ വിളിച്ചു കാര്യങ്ങളെല്ലാം ചോദിക്കുകയും കൊച്ചു പൗലോസിൻ്റെ കഷ്ടതകളെല്ലാം അദ്ദേഹത്തെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം കേട്ട കത്തനാർ പറഞ്ഞു, നീ ഒട്ടും വ്യസനിക്കേണ്ട, ഇവിടെ വന്ന് എന്നോടുകൂടി താമസിച്ചു കൊള്ളുക. നിന്നെ ഞാൻ എൻ്റെ പുത്രനെ പോലെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി താമസിപ്പിച്ചു. വലിയ സമ്പന്നനായ ആ കത്തനാരുടെ വീട്ടിൽ അന്നവസ്ത്രാദികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ആ ബാലൻ സുഖമായി താമസിച്ചു. കുറച്ച് ദിവസത്തെ സഹവാസം കൊണ്ട് കൊച്ചു പൗലോസ് ഏറ്റവും സുശീലനും നല്ല ബുദ്ധിമാനുമാണെന്ന് മനസ്സിലാക്കിയാൽ കത്തനാർ അവനെ ഒരു ഗുരുനാഥൻ്റെ അടുക്കലാക്കി യഥായോഗ്യം വിദ്യാഭ്യാസം ചെയ്യിക്കുകയും സുറിയാനിയും ഒരു കത്തനാരാകുന്നതിന് വേണ്ടുന്നതുമെല്ലാം സ്വയമേ പഠിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ 5-6 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു പൗലോസ് മലയാളം, സുറിയാനി എന്നീ ഭാഷകളിൽ ഒരു പട്ടക്കാരൻ ഗ്രഹിച്ചിരിക്കേണ്ടുന്ന വിഷയങ്ങളിലും അതിനിപുണനായിത്തീർന്നു. അനന്തരം കൊച്ചു പൗലോസിന് ഷെമ്മാശ് പട്ടം കൊടുത്തു. അന്നു മുതൽ ആ യുവാവിനെ എല്ലാവരും പൗലോസ് ഷെമ്മാശൻ എന്ന് വിളിച്ചു തുടങ്ങുകയും ചെയ്തു. അക്കാലത്ത് ആ കത്തനാർക്ക് അനവധി പശുക്കളും അവയെ മേയ്ക്കുന്നതിന് ഒരു ഭൃത്യനുമുണ്ടായിരുന്നു. ആ ഭൃത്യൻ രാവിലെ വല്ലതും ആഹാരം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഉണ്ണാൻ പൊതിച്ചോറും കെട്ടിയെടുത്ത് പശുക്കളെയെല്ലാം അഴിച്ചുവിട്ട് അടുക്കലുള്ള മലമുകളിൽ കൊണ്ടുപോയി തീറ്റി നേരം വൈകുമ്പോൾ പശുക്കളെയും കൊണ്ട് മടങ്ങി വരിക പതിവായിരുന്നു. ഒരു ദിവസം അവൻ പശുക്കളെയെല്ലാം തീറ്റി നേരം വൈകിയപ്പോൾ എല്ലാത്തിനെയും തിരികെ അടിച്ചുകൊണ്ടു പോകുന്ന സമയം പെട്ടെന്നൊരു കടുവ ചാടി വന്ന് ഒരു പശുവിനെ അടിച്ചു വീഴ്ത്തുകയും അത് കണ്ട ശേഷം പശുക്കൾ വിരണ്ട് 4 പാട് മൂടുകയും കടുവ അടിച്ചു വീഴ്ത്തിയ പശുവിനെ എടുത്തുകൊണ്ട് കാട്ടിലേക്ക് പായുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് പേടിച്ച പശുപാലകൻ ഉറക്ക നിലവിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് വിവരം കത്തനാരെ ധരിപ്പിച്ചു. സ്നേഹത്തോടു കൂടി രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പശുക്കൾക്ക് ഇപ്രകാരം ആപത്ത് നേരിട്ടിരിക്കുന്നത് കേട്ട് കത്തനാർ അത്യന്തികം വിഷമത്തിലായി തീർന്നു. ഉടനെ അദ്ദേഹം ചില അനുചരന്മാരോടും പൗലോസ് ഷെമ്മാശനോടും കൂടി പശുക്കളെ അന്വേഷിച്ച് പുറപ്പെട്ടു. അവർ കാട്ടിൽ കയറിയതിന് ശേഷം ഓരോരുത്തരും പല വഴികളിലായി പിരിഞ്ഞാണ് അന്വേഷണം നടത്തിയത്. സ്വല്പസമയം കഴിഞ്ഞപ്പോഴേക്കും നേരം ഇരുട്ടുകയും അന്ധകാരം കൊണ്ടൊന്നും കാണുവാൻ വയ്യാതായി തീരുകയും ചെയ്തു. ഇന്നിനി അന്വേഷിച്ചതുകൊണ്ട് ഫലമൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് കത്തനാരും കൂട്ടരും മടങ്ങിപ്പോന്നു. കത്തനാരെ വീട്ടിലെത്തിയപ്പോഴേക്കും കടുവ പിടിച്ച ഒരു പശു ഒഴികെ ബാക്കിയെല്ലാം അവയുടെ ശാലകളിൽ വന്നെത്തിയിരുന്നു. ഒരു പശു പോയെങ്കിലും ശേഷമുള്ളവ ആപത്തൊന്നും കൂടാതെ ഇങ്ങ് വന്നെത്തിയല്ലോ എന്ന് വിചാരിച്ച് കത്തനാർ ഒരുവിധം സമാധാനപ്പെട്ടു. അപ്പോഴാണ് പൗലോസ് ഷെമ്മാശൻ്റെ കാര്യം അദ്ദേഹം ഓർത്തത്. രാത്രി നേരം വളരെ അധികമായിട്ടും ഷെമ്മാശൻ മടങ്ങി വരാത്തതിനാൽ കത്തനാർ അധികം വിഷമത്തിലായി തീർന്നു. പോയത് ഒരുമിച്ചാണെങ്കിലും കാട്ടിൽ ചെന്നതിന് ശേഷം കത്തനാരാകട്ടെ വേറെ കൂടെ ഉണ്ടായിരുന്നവരാകട്ടെ ആരും ഷെമ്മാശനെ കാണുകയും ഉണ്ടായില്ല. സമയം വൈകുന്തോറും കത്തനാർക്ക് വിഷമം വർദ്ധിച്ചുകൊണ്ടിരുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഷെമ്മാശനെക്കുറിച്ച് പുത്രനോടുള്ള ഒരു വാത്സല്യമായിരുന്നു ഉണ്ടായിരുന്നത്. കത്തനാരും ഷെമ്മാശനും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക പതിവ്. അതിനാൽ ഷെമ്മാശൻ കൂടി വന്നിട്ട് അത്താഴമുണ്ടാകുമെന്ന് വിചാരിച്ച് കത്തനാർ അർദ്ധരാത്രി വരെ കാത്തിരുന്നു. എന്നിട്ടും ഷെമ്മാശൻ വന്നില്ല. അതിനാൽ കത്തനാർ അത്താഴമുണ്ട് എന്ന് വരുത്തി ഉറങ്ങാനായി പോയി കിടന്നു. എങ്കിലും വിഷമം കാരണം അദ്ദേഹത്തിന് അല്പം പോലും ഉറക്കം വന്നില്ല. അദ്ദേഹം ഇരുന്നും കിടന്നും ശയനമുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ചു.
കത്തനാർ വെളുപ്പാൻ കാലത്ത് എണീറ്റ് ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് 10-15 കൂട്ടുകാരോടുകൂടി കാട്ടിലേക്ക് പോയി. അവിടെ അടുത്തുള്ള കാടും മലയും എല്ലാം തിരഞ്ഞു പരിശോധിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. 4-5 ദിവസം കഴിഞ്ഞിട്ടും വന്നു കാണാകിയാൽ ഷെമ്മാശിനെയും കടുവ പിടിച്ച് തിന്നു കാണുമെന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തി. എങ്കിലും കത്തനാർ അങ്ങനെ വിശ്വസിച്ചില്ല. അത്യധികം സുശീലനും ദൈവഭക്തനുമായ ആ മനുഷ്യന് അങ്ങനെയുള്ള ദുർമരണത്തിന് ദൈവം ഇടവരുത്തുകയില്ലെന്ന് ആയിരുന്നു കത്തനാരുടെ വിചാരം. അതിനാൽ അദ്ദേഹം ഷെമ്മാശൻ്റെ രക്ഷയ്ക്കായി സദാ ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും വിചാരിച്ചതുപോലെ ഷെമ്മാശന് ജീവഹാനി സംഭവിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ സ്വല്പം ചില കുഴപ്പങ്ങൾ പറ്റാതെയിരുന്നില്ല. അദ്ദേഹം കാട്ടിൽ കയറി വളരെ നേരം പശുക്കളെ അന്വേഷിച്ച് അലഞ്ഞു നടന്നു. പശുക്കളിൽ ഒന്നിനെ പോലും അവിടെ എങ്ങും കാണായിയാൽ ഒടുക്കം വലിയ മനസ്താപത്തോടുകൂടി വാസസ്ഥലത്തേക്ക് തന്നെ മടങ്ങി. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ നടന്നാൽ പിശാചുക്കൾ കണ്ണുകെട്ടി വഴിയറിയാൻ വയ്യാതാക്കുമെന്നും മറ്റു ചിലർ പറയുന്നുണ്ടല്ലോ. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടോ എന്തോ. കുറേ നടക്കുമ്പോൾ ഷെമ്മാശിന് വഴി തെറ്റിയെങ്കിലും അദ്ദേഹം അത് തൽക്കാലം അറിഞ്ഞില്ല. വികാരിയുടെ വീട്ടിലേക്ക് എന്ന് വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നത്. വളരെ നടന്നിട്ടും വിചാരിച്ച സ്ഥലത്തെത്താൻ പറ്റാഞ്ഞതിനാൽ അദ്ദേഹത്തിന് ഭയം തോന്നിത്തുടങ്ങി. ഞാൻ നടന്നു തുടങ്ങിയിട്ട് വളരെ നേരമായി, ഇതുവരെ വീട്ടിലെത്തിയില്ലല്ലോ. ഇതെന്താണ്? എനിക്ക് വഴി തെറ്റിപ്പോയിരിക്കുമോ? ഞാൻ നടന്നു തുടങ്ങിയ സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് കൂടിയാൽ 2 നാഴികയാവട്ടെ, അതിലധികം വഴിയില്ല. ഞാൻ നടന്നു തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം ഒരു 12 നാഴികയായിരിക്കും. ഇതെന്തൊരു അത്ഭുതമാണ്! ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ഇരുട്ടിൻ്റെ കാഠിന്യം കൊണ്ട് ഇങ്ങോട്ട് വന്ന വഴി തന്നെ കാണുവാൻ വയ്യാതായിരിക്കുന്നു. വല്ലവരോടും വഴി ചോദിക്കാമെന്ന് വെച്ചാൽ ഇവിടെ എങ്ങും ആരെയും കാണാനുമില്ല. ഇങ്ങനെ ഓരോന്ന് വിചാരിച്ചുകൊണ്ട് സാധുശീലനായ ആ ഷെമ്മാശൻ ഒരു സ്ഥലത്ത് നിന്നു. അതൊരു വലിയ ഗുഹയുടെ വാതിൽക്കലായിരുന്നു. ഷെമ്മാശൻ വിചാരമഗ്നായി ഇങ്ങനെ നിന്ന സമയം അതിഭയങ്കര മൂർത്തിയായ ഒരാൾ പിന്നിൽ കൂടി ചെന്ന് അദ്ദേഹത്തെ പിടിച്ചെടുത്തുകൊണ്ട് ആ ഗുഹയിലേക്ക് ഇറങ്ങിപ്പോയി. ആ ഗുഹാന്തർഭാഗം ആദ്യം ഘോരാന്ധകാരമായും വിജനമായിട്ടുമാണ് കാണപ്പെട്ടത്. സ്വല്പദൂരം ചെന്നപ്പോൾ അവിടെ നിറച്ച് വിളക്കുകളും പകൽ പോലെ വെളിച്ചവും കണ്ടു തുടങ്ങി. ഷെമ്മാശനെ എടുത്തിരുന്നയാൾ അദ്ദേഹത്തെ അവിടെ അതിവിശാലമായ ഒരു സ്ഥലത്ത് കൊണ്ടുചെന്ന് നിർത്തിയിട്ട് അവിടെ ആസനസ്ഥനായിരുന്ന ഗംഭീര പുരുഷൻ്റെ അടുക്കൽ ചെന്ന് സവിനയം എന്തോ സ്വകാര്യമായി പറഞ്ഞു. അവിടെ ഇരുന്നിരുന്ന ആളുടെ അടുത്ത് കുറച്ചു പേർ വന്ദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും നഗ്നന്മാരും ഭീകരരൂപികളുമായിരുന്നു. അവരെ ആകപ്പാടെ കണ്ടപ്പോൾ മുമ്പേ തന്നെ ഒരു ഭയങ്കര മൂർത്തിയാൽ ആക്രമിക്കപ്പെട്ട അർത്ഥപ്രാണനായി തീർന്നിരുന്ന ഷെമ്മാശൻ്റെ പ്രാണൻ മുഴുവനും പോയി എന്ന് തന്നെ പറയാം. അദ്ദേഹം ഒരു ജീവച്ഛവം പോലെ അവിടെ നിന്നുവെന്നേ ഉള്ളൂ. അദ്ദേഹം മനസ്സുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചിരുന്നതിനാലായിരിക്കാം നിലത്ത് വീഴാതെ ഒരുവിധം നിന്നത്. അങ്ങനെ നിൽക്കവേ ചില ബീഭത്സാകൃതികൾ അവിടെ വന്ന് ആ കൂട്ടത്തിൽ തലവനായി ഇരുന്നിരുന്ന ആളോട്, ഇപ്പോൾ കൊണ്ടുവരപ്പെട്ട ഈ മനുഷ്യനെ ഞങ്ങൾ മുറിച്ച് പങ്കുവെച്ച് തിന്നുകൊള്ളട്ടെയോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഷെമ്മാശൻ്റെ മനസ്ഥിതി എങ്ങനെയായിരിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എങ്കിലും ആ പ്രധാന പുരുഷൻ മറ്റുള്ളവരോട് പറഞ്ഞത്, നിങ്ങൾ സ്വല്പം ക്ഷമിക്കുവിൻ. ഇവൻ ഒരു മര്യാദക്കാരനാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഞാൻ പരീക്ഷിച്ചു നോക്കട്ടെ. ഇവൻ നമ്മോടുകൂടി താമസിക്കാൻ യോഗ്യനല്ലെന്ന് കണ്ടാൽ നിങ്ങൾക്ക് വിട്ടു തന്നേക്കാം. ഇപ്പോൾ ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കൊള്ളുവിൻ. ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്നാണ്. ഇത് കേട്ട് ആ വികൃതാകൃതികൾ വിഷാദത്തോടുകൂടി പിന്മാറിപ്പോയി. ഉടനെ കാട്ടുമൂപ്പനായ ആ പ്രമാണി ഷെമ്മാശനെ അടുക്കൽ വിളിച്ചു ഏറ്റവും വാത്സല്യത്തോടു കൂടി ചോദിച്ചു, അല്ലയോ സാധുവായ യുവാവേ, നീ ആരാണ്? എങ്ങനെയാണ് ഇവിടെ വന്നു ചേർന്നത്? എൻ്റെ നിയമങ്ങളനുസരിച്ച് നീ ഇവിടെ താമസിക്കാൻ സമ്മതമുണ്ടെങ്കിൽ ഇവിടെ സുഖമായി താമസിക്കാം. ഉണ്ണാനും ഉറങ്ങാനും കുളിക്കാനും മറ്റും ഇവിടെ ധാരാളം സൗകര്യമുണ്ട്. യാതൊന്നിനും ഈ ഗുഹയിൽ നിന്ന് പുറത്തു പോകേണ്ട. ഇനി ഇവിടെ നിന്ന് പുറത്തു പോകാൻ എങ്ങനെയായാലും നിനക്കൊരിക്കലും സാധിക്കുകയുമില്ല. ഇവിടെ വന്നു ചേരുന്നവരെ വിട്ടയക്കുക പതിവില്ല. നമ്മുടെ ആജ്ഞ അനുസരിക്കുന്നവരെ ഇവിടെ സുഖമായി താമസിപ്പിക്കും. അല്ലാത്തവരെ ഇവിടെയുള്ള മനുഷ്യഭോജികൾ ഭക്ഷിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ പതിവ് എന്ന് പറഞ്ഞു. ഇത് കേട്ട ഷെമ്മാശൻ, ഈ ദുഷ്ടൻ്റെ വരുതി അനുസരിക്കാത്ത പക്ഷം ഉടനെ മരിക്കേണ്ടതായി വരും. ഇവൻ്റെ ഇഷ്ടമനുസരിച്ച് താമസിച്ചാൽ ദൈവകൃപ കൊണ്ട് ഒരു കാലത്ത് ഇവിടെ നിന്ന് പോയി രക്ഷപ്പെടാൻ തരം കിട്ടിയെന്നും വരാമല്ലോ എന്ന് വിചാരിച്ച് ഇവിടുത്തെ കൽപ്പന അനുസരിച്ച് താമസിക്കുന്നതിന് എനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് പറഞ്ഞു. എന്നെ ആരും പിടിച്ച് ഭക്ഷിക്കാതെ അവിടുന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ താൻ ആരാണെന്നും ആ ഗുഹയിൽ വന്നു ചേർന്നത് എങ്ങനെയാണെന്നും മൂപ്പനെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. ബാക്കി സ്റ്റോറിയുമായിട്ട് നാളെ കാണാം. ടാറ്റാ.